ഇന്ന് ക്ലിനിക്ക് വരുന്ന ഭൂരിഭാഗം പേരുടെയും പ്രശ്നമാണ് ഏമ്പക്കം അല്ലെങ്കിൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ട്, ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ. ഇത് പണ്ട് കാലങ്ങളിൽ ഒരു 60-70 വയസ്സായ ആളുകളിലാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ഇത് ചെറുപ്പക്കാരിലും വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും അവർ ഒരുപാട് മരുന്ന് കുടിച്ചിട്ടും അതിലൊരു മാറ്റം കാണാതെ, അല്ലെങ്കിൽ മരുന്ന് കുടിക്കുമ്പോൾ മാത്രം ഒരു ശമനം വന്ന് പിന്നീട് ഒരു ശാശ്വത ശമനത്തിലേക്ക് എത്താത്ത ഒരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. എന്താണ് ഇതിന്റെ റീസൺ, ഇതിന്റെ പിന്നിൽ എന്താണ്, വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാത്തതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പല ഹോസ്പിറ്റലിലും പോയി അല്ലെങ്കിൽ പല മരുന്നുകളും കുടിച്ചിട്ടും മാറാതെ നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് കേസുകളുണ്ട്. ഇത് കാരണം അവർക്ക് പല ബുദ്ധിമുട്ടുകളും, ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ, കീഴ്വായുവിന്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഉന്മേഷക്കുറവ്, ക്ഷീണം, തളർച്ച, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പലരും നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. ഇതിൻ്റെ ഒക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാത്തത്, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ഉണ്ട്. പ്രധാനമായിട്ട് ഒരു 90% ബാക്ടീരിയകളും ഉള്ളത് നമ്മുടെ ഗട്ടിലാണ്, അഥവാ വൻകുടലിലാണ്. ഈ വൻകുടലിലുള്ള ഈ ബാക്ടീരിയകൾ നമ്മുടെ ദഹനത്തെ സഹായിക്കുക മാത്രമല്ല, അവർക്ക് ഒരുപാട് മറ്റ് ധർമ്മങ്ങളുണ്ട്. ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക. ഇപ്പോൾ പലരിലും കാണുന്ന നമ്മുടെ ചർമ്മ രോഗങ്ങളായിക്കോട്ടെ, മുടി കൊഴിച്ചിലായിക്കോട്ടെ, അലർജിന്റെ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലുള്ള മാരകമായ അസുഖങ്ങൾ, ഇതിനൊക്കെ കാരണം നമ്മുടെ ഈ ബാക്ടീരിയകളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? പക്ഷെ വിശ്വസിച്ചേ മതിയാവും. ഈ ധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ബാക്ടീരിയകൾ നമ്മൾക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളൊക്കെ നിലനിർത്തുന്നത് ഈ ബാക്ടീരിയകളാണ്. എന്തിന് നമ്മൾ പറയുന്ന ഈ മൂഡ് സ്വിങ്സ്, അല്ലെങ്കിൽ ഉന്മേഷക്കുറവ്, സന്തോഷക്കുറവ്, ഇങ്ങനെ നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻസിനെ വരെ നിയന്ത്രിക്കുന്ന പല ബാക്ടീരിയകളും നമ്മുടെ ശരീരത്തിലുണ്ട്. അതായത് നമ്മുടെ ഗട്ടിൽ തന്നെയുണ്ട്. ചീത്ത ബാക്ടീരിയകളെയും നല്ല ബാക്ടീരിയകളുടെയും ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തി കൊണ്ടുപോവുക എന്നത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇതിനൊക്കെ എന്താണ് പരിഹാരം, അല്ലെങ്കിൽ ഇതിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ചീത്ത ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കൂടാനുള്ള പ്രധാന കാരണം നമ്മുടെ ഭക്ഷണശീലങ്ങളാണ്. അപ്പം അതിനുള്ള പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന സിമ്പിൾ ഷുഗേഴ്സ് ആണ്, അല്ലെങ്കിൽ പഞ്ചസാര, മധുരമുള്ള ബേക്കറി ഐറ്റംസ് ആയിക്കോട്ടെ, ലഡു, ജിലേബി പോലുള്ളത്, അല്ലെങ്കിൽ ഐസ്ക്രീം, ചോക്ലേറ്റ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുകയും നാരുകൾ അടങ്ങിയ ഫുഡ് വളരെ കുറഞ്ഞ അളവിൽ കഴിക്കുകയും ചെയ്യുമ്പോൾ ചീത്ത ബാക്ടീരിയ സ്വാഭാവികമായിട്ടും കൂടും. അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രശ്നമാണ് ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്സ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും ദഹനം നടക്കുന്നത് നമ്മുടെ വയറിലാണ്, അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ. ഈ സ്റ്റൊമക്കിൽ നിന്ന് ഡൈജഷൻ നടന്ന്, അല്ലെങ്കിൽ ദഹനം നടന്ന് ഈ ഭക്ഷണം ന്യൂട്രിയൻസ് കുറച്ച് വലിച്ചെടുക്കും. അതായത് നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ്, പോഷകങ്ങൾ നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നത് പ്രധാനമായിട്ടും വയറിൽ നിന്ന് തന്നെയാണ്. ഈ വയറിൽ നിന്ന് വലിച്ചെടുത്ത ഭക്ഷണത്തിന്റെ ബാക്കി ചെറുകുടലിൽ എത്തുകയും ചെറുകുടലിലും ചെറിയ രീതിയിലുള്ള ആഗിരണം, ന്യൂട്രിയൻസിന്റെ ആഗിരണം നടക്കും. എന്നിട്ടും ബാക്കി വരുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് ആണ് നമ്മുടെ വൻകുടലിൽ എത്തുന്നത്. ഈ വൻകുടലിൽ എത്തുമ്പോഴാണ് നമ്മുടെ ബാക്ടീരിയാസ്, നല്ല ബാക്ടീരിയാസ് അതിനെ എന്ത് ചെയ്യണത്, ഫുഡായിട്ട്, അവരുടെ ഫുഡായിട്ട് എടുക്കും. എന്നാൽ നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ വയറിൽ ശരിയായ രീതിയിൽ ദഹനം നടക്കാതെയും അബ്സോർപ്ഷൻ നടക്കാതെയും ആ ഭക്ഷണം അതേപോലെ തന്നെ ചെറുകുടലിലെത്തും. വയറിലെ സമയം കഴിയുമ്പോൾ ചെറുകുടലിലെത്തും. ഈ ചെറുകുടലിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നടക്കാതെ അത് വൻകുടലിലെത്തും. അപ്പം ഈ വൻകുടലിലെത്തുന്ന ഭക്ഷണം അവർക്ക്, നല്ല ബാക്ടീരിയാസിന് ഒരിക്കലും അവരുടെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് അതേപോലെ ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്ത് ചെയ്യും, ഈ നല്ല ബാക്ടീരിയാസിന്റെ ഗ്രോത്തിനെ കുറക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ പ്രോസസ്ഡ് ഫുഡ്സ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് കഴിക്കുമ്പോൾ സംഭവിക്കുന്നത്. പഠനങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ, 1400ഓളം സ്പീഷീസ് നശിക്കാൻ നമ്മുടെ ഈ എപ്പോഴും ഉള്ള ജങ്ക് ഫുഡ്സിന്റെ ഉപയോഗം, അല്ലെങ്കിൽ എല്ലാ ദിവസവും ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന കുട്ടികളിൽ 1400ഓളം സ്പീഷീസ് നശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ മറ്റൊരു പ്രശ്നമാണ് ഇന്ന് സ്ട്രെസ്. എല്ലാവരും ജോലിൻ്റെ സ്ട്രെസ്സിൽ അല്ലെങ്കിൽ വേറെ കുറേ ടെൻഷനുകളിലാണ്. ആർക്കും ടെൻഷൻ മാറ്റി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്താത്തത് വലിയൊരു പ്രശ്നമാണ്. ഈ സ്ട്രെസ് കോർട്ടിസോൾ കൂട്ടുകയും അങ്ങനെ നമ്മുടെ നല്ല ബാക്ടീരിയാസിനെ തളർത്തുകയും ചെയ്യും. ഓക്കെ, അപ്പം അവരുടെ വളർച്ച വളരെയധികം കുറയാൻ ഇത് കാരണമാവും. അപ്പം ഇതിലൂടെ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഇൻഫ്ലമേഷൻ പോലുള്ള അസുഖങ്ങളിലേക്ക് ഇത് നയിക്കും. പ്രധാനമായിട്ടും ഇതിൽ കാണേണ്ട മറ്റൊരു കാര്യമാണ് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം. ആൻറ്റിബയോട്ടിക്സ് നമ്മൾ പലപ്പോഴും
ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്സ് വാങ്ങി കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഡോസേജിലോ അല്ലെങ്കിൽ കറക്റ്റ് ദിവസങ്ങളിലോ കഴിക്കാതെ ഇഷ്ടം തോന്നിയ പോലെ കഴിക്കണ ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം ഇതിനെ നമ്മുടെ ശരീരത്തിലെ ചീത്ത ബാക്ടീരിയാസിനെ അല്ലെങ്കിൽ നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയാസിനെ കൊല്ലുന്നതോടൊപ്പം നമ്മുടെ നല്ലൊരു ഗഡ് ഫ്ലോറയെ അല്ലെങ്കിൽ നല്ല ബാക്ടീരിയാസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നശിപ്പിക്കുന്നുണ്ട്. അപ്പം ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം നമ്മൾ വളരെ ശ്രദ്ധയോടെ മാത്രം ചെയ്യാൻ പാടുള്ളൂ. ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷനിലൂടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആന്റിബയോട്ടിക്സ് എടുക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. കണ്ടാമിനേറ്റഡ് വാട്ടർ, നമ്മൾ കുടിക്കുന്ന വെള്ളം എപ്പോഴും ശുദ്ധജലമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അല്ലാത്ത പക്ഷം ചീത്ത ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിൽ കയറി കൂടാനും ഇത് ചീത്ത ബാക്ടീരിയാസിന്റെ എമൗണ്ട് ശരീരത്തിൽ കൂട്ടാനും കാരണമാവും. പിന്നെ വരുന്നത് ആൽക്കഹോളിന്റെ അമിത ഉപയോഗം ചീത്ത ബാക്ടീരിയാസിനെ കൂട്ടും. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചീത്ത ബാക്ടീരിയാസിന്റെ അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് അളവ് കൂടിയാൽ ദോഷം ഉണ്ടാക്കുന്ന ബാക്ടീരിയാസിന്റെ അളവ് നമുക്ക് നിയന്ത്രിച്ച് നിർത്താനാവും. അപ്പോൾ ഇനി നല്ല ബാക്ടീരിയാസ് കൂടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് നോക്കാം. നല്ല ബാക്ടീരിയാസിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കൊടുക്കണം അല്ലെ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നല്ല ബാക്ടീരിയാസിന് അതേപോലെ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. ക്യാപ്സ്യൂൾ രൂപത്തിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയൊക്കെ എന്ത് ചെയ്യുക, ലാക്ടോബാസിലസ് പോലുള്ള ബാക്ടീരിയാസിനെ നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഗട്ടിലേക്ക് നേരിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. യോഗട്ട്, തൈര്, മോര് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ബാക്ടീരിയാസിനെ നേരിട്ട് ഗട്ടിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ തൈരും മോരൊക്കെ കഴിക്കുന്ന സമയത്ത് എപ്പോഴും പുളി ഇല്ലാത്തത് കഴിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഓൾറെഡി ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാകുമ്പോൾ അത് കൂടാനുള്ള കാരണമാവും. അപ്പം എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുക യോഗേട്ട് കഴിക്കാനാണ്. യോഗേട്ട് എന്ന് പറഞ്ഞാൽ പുളി ഇല്ലാത്ത നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, പക്ഷെ അത് ഫ്ലേവേർഡ് ആയിട്ടുള്ളതാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഷുഗർ കണ്ടന്റ് ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള യോഗേട്ട് എപ്പോഴും വാങ്ങാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതും രാവിലെ കഴിക്കുന്നത് അത്ര നല്ലതല്ല. ഉച്ച സമയങ്ങളിൽ ഉച്ചക്ക് ഭക്ഷണത്തിന്റെ കൂടെ അല്ലെങ്കിൽ സാലഡ് ആക്കിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ യോഗട്ട് കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പഴങ്കഞ്ഞി. ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചിട്ട് അതിന് രാവിലെ അതിൻ്റെ കൂടെ മോരോ തൈരോ എന്തെങ്കിലും ചേർത്തിട്ട്, എപ്പോഴും പുളിയില്ലാത്തത് എടുക്കാൻ നോക്കണം, ചേർത്തിട്ട് കഴിക്കുക. അതിൻ്റെ കൂടെ ഉപ്പേരി എന്തുവാണെങ്കിലും നമുക്ക് കൂടെ കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഉപ്പിലിട്ടതെന്ന് പറഞ്ഞാൽ വിനാഗിരിയിൽ ഇട്ടതല്ല, അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണമല്ല, വീട്ടിൽ തന്നെ. ഇപ്പം നമുക്ക് ബീട്രൂട്ട് അല്ലെങ്കിൽ ക്യാബേജ്, മാങ്ങ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഉപ്പിലിട്ട് വെക്കാൻ പറ്റും. അതായത് വെള്ളവും ഉപ്പും മാത്രം ചേർത്തിട്ട് തുണി കൊണ്ട് മൂടി നല്ല ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് ദിവസം വെക്കണം. അതിനുശേഷം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇത് നല്ലൊരു പ്രോബയോട്ടിക് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സാധാരണ ഉപയോഗിക്കണം ഇഡ്ഡലി, ദോശ, ഇത് നല്ല പ്രോബയോട്ടിക് ആണ്. പിന്നെ നമ്മൾ ഈ പ്രോബയോട്ടിക് മാത്രം കൊടുത്താൽ പോരാ. മീൻസ് നമ്മൾ എന്ത് ചെയ്തു, ബാക്ടീരിയനെ ഗട്ടിലേക്ക് കൊടുത്തു. അപ്പൊ അതിനുള്ള ഫുഡും കൂടി നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമല്ല അതിന്റെ ഗ്രോത്ത് ശരിയായ രീതിയിൽ നടക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രീബയോട്ടിക് എന്ന് പറയുന്നത്. പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ. ഇപ്പം ലാക്ടോബാസിലസ് ബാക്ടീരിയന്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ധാന്യങ്ങളാണ്. തവിടുള്ള അരി, ഗോതമ്പ്, പിന്നെ അതേപോലെ തന്നെ തവിടുള്ള പയറ് വർഗ്ഗങ്ങള്, ധാന്യങ്ങള്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഉള്ളി, സവാള പോലുള്ള, പിന്നെ വാഴക്കൂമ്പൊക്കെ നല്ല പ്രീബയോട്ടിക് ആണ്. അപ്പം ഈ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുക. അപ്പം അതെന്ത് ചെയ്യാൻ പറ്റും, ഈ ബാക്ടീരിയാസിനെ ഉപയോഗിച്ചിട്ട് അവരുടെ ഗ്രോത്തും കൂട്ടാൻ പറ്റും. പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും കഴിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ അളവ്. അതായത് ഒറ്റയടിക്ക് നമ്മൾ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും കഴിക്കുമ്പോൾ ചില ആൾക്കാരിൽ ഇത് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഡേ നമ്മൾ യോഗേട്ട് കഴിക്കാം, ഒരു കപ്പ് യോഗേട്ടൊക്കെ കഴിക്കാം. പിന്നെ പിറ്റേ ദിവസം ഈ യോഗേട്ടിന്റെ കൂടെ നമുക്ക് ഇലവർഗ്ഗങ്ങളായിട്ടുള്ള എന്തെങ്കിലും, നല്ല നാരുകൾ അടങ്ങിയതാണല്ലോ ഇലവർഗ്ഗങ്ങൾ. അപ്പൊ നമുക്ക് ചീര, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചീര കഴിക്കാം. പിറ്റേ ദിവസം ചീര മാത്രം കഴിക്കാം. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്യാം, ചീരന്റെ കൂടെ സീഡ്സ് എന്തെങ്കിലും കഴിക്കാം. അപ്പം നമുക്ക് ചിയ സീഡ്സ് ഒക്കെ വെള്ളത്തിലിട്ടിട്ട് തലേദിവസം സോക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം കഴിക്കാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യുക, എമൗണ്ട് കൂട്ടി വരിക. അതായത് ഫൈബർ ഉള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ ഒറ്റയടിക്ക് കഴിക്കാതെ എമൗണ്ട് കൂട്ടി കൊണ്ടുവരുന്നതാണെങ്കിൽ ഏറ്റവും ബെറ്റർ. നമ്മുടെ ഗട്ട് ബാക്ടീരിയൽ ഫ്ലോറ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത്രയൊക്കെ ചെയ്തിട്ടും മീൻസ് നമ്മൾ ഇത്ര പ്രോബയോട്ടിക് കൊടുത്തു, പ്രീബയോട്ടിക് കൊടുത്തു, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു, അതേപോലെ തന്നെ ചീത്ത ബാക്ടീരിയ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ജങ്ക് ഫുഡ്സ് ഒഴിവാക്കി, ഷുഗേഴ്സൊക്കെ നല്ലോണം കുറച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ശമനം കിട്ടണില്ല അല്ലെങ്കിൽ ആശ്വാസം ആവണില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ്. നമുക്ക് യുനാനിയിലൂടെ വളരെ നല്ല രീതിയിൽ ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. കൂടെ നമുക്ക് സപ്ലിമെന്റ്സും എടുത്താൽ
ക്യാപ്സ്യൂൾ രൂപത്തിലൊക്കെ നമുക്ക് പ്രോബയോട്ടിക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വത ശമനം കാണാൻ പറ്റും. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നത്.